ആഫ്റ്റർ മൈ കോഴ്സ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ കൊണ്ടോട്ടിയുള്ള ഒരു പിക്കാസ്റ്റർ മാർക്കറ്റിക്സ് എന്നുള്ള ആർക്കിടെക്റ്റിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. നന്നായിട്ട് ബ്രെയിൻ സ്റ്റോം ചെയ്തു. ഫ്യൂച്ചർ എന്താവും, ഫേമിൻ്റെ ഫ്യൂച്ചർ എന്താവും, ഈവൻ എക്സിറ്റ് പ്ലാൻ എങ്ങനെയായിരിക്കും വരും, അങ്ങനെ അത്ര ഡീറ്റെയിലായിട്ട് ഡിസ്കഷൻ നടത്തിയിട്ട് അപ്പോൾ ആ ടെറൈന് അനുസരിച്ച് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. അതർവൈസ് ഞാനൊരു ഹ്യൂമൻ ബീങ് ആണ്. എൻ്റെ പ്രൊഫഷൻ ആർക്കിടെക്ചറാണ്. അപ്പോൾ ആ സമയം അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും സമയം ഉണ്ടാവും. എല്ലാവരെയും കൺസിഡർ ചെയ്തിട്ടുള്ള ഡിസൈൻ അല്ലെങ്കിൽ ഒരു അപ്രോച്ച് ലൈഫിലായാലും പ്രൊഫഷനിലായാലും കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. Hey all, we are here in D-Chat and me, the student architect Akshayjit Neelambare, and with us the architect Mahir Anam. So welcome to D-Chat. താങ്ക് യു. സപ്പോസ് സാറ് ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ CEO ഓഫ് ആറ്റിക് ആർക്കിടെക്ചർ ആൻഡ് ഫൗണ്ടിങ് ഡയറക്ടർ ഓഫ് കോയത് ഒക്കെയാണ്. അപ്പോൾ സാറിൻ്റെ ഒരു എന്താ പറയുക ഒരു ഫേം സ്റ്റാർട്ടിങ് അങ്ങനെ ആർക്കിടെക്ചറിലേക്കുള്ളൊരു സ്റ്റെപ്പ് അപ്പ് എങ്ങനെയായിരുന്നു, ജസ്റ്റ് ഒന്ന് സ്പീഡായിട്ടൊന്ന് വിശദീകരിക്കുക. ആഫ്റ്റർ മൈ കോഴ്സ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ കൊണ്ടോട്ടിയുള്ള ഒരു പിക്കാസ്റ്റർ മാർക്കറ്റിക്സ് എന്നുള്ള ആർക്കിടെക്റ്റിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. ഇനീഷ്യലി ബിഫോർ ദ കോഴ്സ് ഓൾസോ വെക്കേഷൻസിലൊക്കെ ഞാൻ ഇടയ്ക്ക് പോയി വർക്ക് ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ആർക്കിടെക്റ്റ്. അപ്പോൾ അത്യാവശ്യം നല്ല പ്രൊജക്റ്റിൽ എൻഗേജ് ചെയ്യാൻ പറ്റി. പുള്ളി നല്ല ഓപ്പർച്യൂണിറ്റി തന്നുകയും ചെയ്തു. അങ്ങനെ അത് മുന്നോട്ട് പോയ സമയത്താണ് പിന്നെ എനിക്ക് പ്രൈവറ്റ് സ്വാഭാവികമായിട്ടും നമുക്ക് ഈ റീജിയനിൽ പ്രൈവറ്റ് വർക്ക് കുറേ ഉണ്ടാവുമല്ലോ. അങ്ങനെ പ്രൈവറ്റായിട്ട് ഓരോ വർക്കുകൾ ഫ്രീലാൻസ് ചെയ്യാൻ കിട്ടി. അങ്ങനെ എന്ത് ചെയ്തു വെച്ചാൽ അവിടുന്ന് ഗ്രാജ്വലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇറങ്ങി ഒരു ആദ്യം 4 days അവിടെ പ്രാക്ടീസ് ചെയ്യാം, 2 days എൻ്റെ പ്രാക്ടീസ് ചെയ്യാം, പിന്നെ 3 days ആയി. അങ്ങനെ കുറഞ്ഞു വന്നിട്ട് ഞാൻ എൻ്റെ ഓൺ പ്രാക്ടീസ് തുടങ്ങി. ഞാനും ആർക്കിടെക്ട് നിഹാദ് കൂടെ കൂടിയിട്ട് ഓൺ പ്രാക്ടീസ് തുടങ്ങി. അതിന് ശേഷമാണ് പിന്നെ അപ്പോഴും ആ പിക്കാസ്റ്റർ മാർക്കറ്റിക്സിൽ നല്ല വലിയ പ്രൊജക്ട്സ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വൈ ഡോണ്ട് വി അസോസിയേറ്റ് എന്നുള്ളൊരു ഡിസ്കഷൻ വന്നപ്പോൾ നമ്മൾ അതിന് കൂടെ ഡിസ്കഷനായി. അങ്ങനെ ആ ഡിസ്കഷൻ്റെ അടിസ്ഥാനത്തിൽ നന്നായിട്ട് ബ്രെയിൻ സ്റ്റോം ചെയ്തു. ഫ്യൂച്ചർ എന്താവും, ഫേമിൻ്റെ ഫ്യൂച്ചർ എന്താവും, ഈവൻ എക്സിറ്റ് പ്ലാൻ എങ്ങനെയായിരിക്കും വരും, അങ്ങനെ അത്ര ഡീറ്റെയിലായിട്ട് ഡിസ്കഷൻ നടത്തിയിട്ട് പിന്നെ ഗ്രാജ്വലി ഒറ്റ ഫേമായിട്ട് അറ്റിക്സ് എന്നുള്ള പേരിൽ മാറുക ചെയ്ത്. ഞാൻ തുടങ്ങിയ ഫേം അതുപോലെ തന്നെ പിക്കാസ്റ്റർ മാർക്കറ്റ്സും കൂടെ മേർജ് ചെയ്തിട്ട് പാരന്റ് കമ്പനി പിക്കാസ്റ്റർ മാർക്കറ്റ്സ് ആണ് ഒറ്റ ഫേമായി മാറുക ചെയ്തത്. ഓക്കെ. സോ സാറടുത്ത് ഇപ്പം ഒരു ചാനലിൽ കണ്ടാണ് സാർ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു സൈറ്റ് സാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, നമ്മൾ KGF-ലൊക്കെ കാണുന്ന പോലുള്ള ഒരു അപ്പ് ആൻഡ് ഡൗൺസും പിന്നെ എന്താ പറയുക ഒരു ഡെസേർട്ട് പോലെ എന്നാലും കുറച്ച് ചെടികളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സൈറ്റിൽ അങ്ങനെ ഒരു സൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ബിൽഡപ്പ് കാര്യങ്ങൾ? അത് ആർക്കിടെക്ചർ പ്രൊജക്റ്റ് ആണോ അതോ ലാൻഡ്സ്കേപ്പ് പ്രൊജക്റ്റ് ആണോ? ആർക്കിടെക്ചർ പ്രൊജക്റ്റ്. വെൻ യു പ്രാക്ടീസ് ഇൻ മലബാർ റീജിയൻ, എസ്പെഷ്യലി ഇൻ കേരളയിൽ ഓൾമോസ്റ്റ് എല്ലാ സൈറ്റും ഒന്നുകിൽ ഒരു റിവർ ഫ്രണ്ട്, അല്ലെങ്കിൽ ഒരു പാഡി ഫീൽഡ്, അല്ലെങ്കിൽ ഒരു നല്ല ടെറൈനുള്ളൊരു സൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ടെറൈൻ സോൾവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഉള്ളൊരു സൊല്യൂഷനുള്ളൂ. അപ്പോൾ ആ ടെറൈന് അനുസരിച്ച് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. സ്പെസിഫിക്കലി ഏത് പ്രൊജക്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ല. സോ ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ ഫേമും അത്യാവശ്യം നന്നായി ലെവൽസിൽ വർക്ക് ചെയ്യുന്ന ഫേമായിരുന്നു. അപ്പോൾ എനിക്ക് പ്ലാനിനേക്കാളും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് സെക്ഷൻ വെച്ച് വർക്ക് ചെയ്യാനാണ്, ഐ മീൻ ലെവൽസ് വെച്ച് വർക്ക് ചെയ്യാനാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ത്രില്ലിംഗ് ആണ്. പല ലെവൽസിലും പിന്നെ ഇൻട്രാക്ഷനും ഒരു വിഷ്വൽ കണക്ഷനും ഒക്കെ കിട്ടുന്ന പല സ്പേസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരേ സ്പേസ് തന്നെ ആ ലെവൽസിലാണെങ്കിൽ പല ഡ്രാമാസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അപ്പോൾ ആ അർത്ഥത്തിൽ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകണം. സോ പിന്നെ സാറൊരു ഈ നമ്മളെ ഒരു ആർക്കിടെക്ട് സ്റ്റുഡൻറ്റിൻ്റെ ലൈഫിൽ ഒരു 5 year സ്റ്റുഡൻറ്റ് എന്തിനാണ് ഏറ്റവും ഫോക്കസ് കൊടുക്കേണ്ടത് ഒരു 5 year കോഴ്സിൽ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ യു ഒബ്സർവ് തിങ്സ് അറൗണ്ട് യു. അതായത് നമ്മൾ പുറത്ത് കാണുന്ന എല്ലാത്തിലും നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കൊടുക്കണം, നമ്മുടേതായിട്ട് പെർസ്പെക്റ്റീവ് സൊല്യൂഷൻ കൊടുക്കണം. അപ്പോൾ അതിനെ ക്രിറ്റിക്കലി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നോർമലി എല്ലാവരും കൊടുക്കുന്ന സൊല്യൂഷൻ അപ്പുറം വേറെയും ഒന്നും കൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് അപ്രോച്ചും കൂടെ പറ്റുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാത്തിലും അങ്ങനെ ആ അപ്രോച്ചിട്ട് സമീപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നന്നായി എക്സൽ ചെയ്യാൻ പറ്റും. പിന്നെ തോന്നിയിട്ടുള്ളൊരു കാര്യം, പല ആളുകൾക്കും എക്സ്പോഷറിൻ്റെ കുറവ് നന്നായിട്ടുണ്ട്. അത് കിട്ടാവുന്ന ഓപ്പർച്യൂണിറ്റീസൊക്കെ നന്നായി ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കാം. അത് അക്കാഡമിക്സിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മൾ കുറച്ച് മാത്രമേ പഠിക്കുള്ളൂ. പുറത്ത് ആണ് വലിയ ലോകമുള്ളത്. അവിടെ നമുക്ക് ഈ പഠിച്ച കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് പലതും ഒബ്സർവ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിലാണ് നമ്മുടെ ഫ്യൂച്ചർ കിടക്കുന്നത്. അത് നമ്മുടെ ഡിസൈൻ സ്കിൽ എലിവേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ
ക്വാളിറ്റി ഓഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ പുറമുള്ള പ്രൊജക്റ്റുകൾ ഒബ്സർവ് ചെയ്തിട്ടും അതിനെക്കുറിച്ച് അനലൈസ് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ ഈ ത്രൂ ഔട്ട് ദ 5 years വാട്ട് എവർ അക്കാഡമിക്സ് യു ആർ ഫോക്കസിങ്, അതിനപ്പുറം പുറത്തുള്ള ഈ പ്രൊജക്ട്സ് ഒന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, അവർ ഇൻട്രാക്ട് ചെയ്യുക എന്നാണ് ചെയ്യേണ്ടത്. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, പലപ്പോഴും പിന്നെ ഒരു പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും എന്താ വെച്ചാൽ ആ പ്രൊഫഷൻ മാത്രം ഇരുന്ന് ചിന്തിക്കുന്നൊരു സ്വഭാവം ഉണ്ടാവാം. അതിനപ്പുറം നമുക്ക് നമ്മൾ മീറ്റ് ചെയ്യുന്ന എല്ലാവരായിട്ടും സംസാരിക്കാൻ ശ്രമിക്കുക. മീറ്റ് ചെയ്യുന്നത് അത് എത്ര വലിയ ജോലിയാണെങ്കിലും എത്ര ചെറിയ ജോലിയാണെങ്കിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ ഡിസൈനിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്കോ കോൺട്രിബ്യൂട്ട് ചെയ്യണ്ടാവും. ആ അർത്ഥത്തിൽ ഓപ്പണായിട്ട് അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് കിട്ടും. ഇപ്പോൾ ബിസിനസ്സുകാരൊക്കെ പറയുന്ന പോലെ സ്ട്രീറ്റിൽ നിന്ന് ഒരുപാട് ആൻസേഴ്സ് നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഒരു എന്താ പറയുക, ഒരു സിംഗിൾ ആയിക്കൂടെ മാത്രം, ഐ മീൻ സ്ട്രേറ്റ് ഫോർവേഡ് കാണുന്നതിന് പകരം വിശാലമായിട്ടൊരു രോഗമുണ്ട്, അതിനെ ചുറ്റി കാണുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. സോ പിന്നെ നമ്മൾ ഈ ഒരു പ്രൊഫഷണൽ ലൈഫിൽ, ഈ ഒരു ആർക്കിടെക്ചർ ലൈഫിൽ നമുക്ക് എത്രയും ടൈമും എഫേർട്ടും ഡിമാൻഡ് ചെയ്യണ ഒരു പ്രൊഫഷനാണ്. ഇപ്പോൾ ഒരു ആസ് ആൻ ആർക്കിടെക്ചർ തിരക്കിനിടയിൽ എങ്ങനെയാണ് ഈ പേഴ്സണൽ ലൈഫിൽ ഹോബീസും എല്ലാം മാനേജ് ചെയ്യുന്നത്? അത് ഒരു പെർസ്പെക്റ്റീവിൻ്റെ പ്രശ്നമാണ്. അതായത് ഞാൻ ആർക്കിടെക്റ്റാണ് എന്നുള്ളത് ചിന്തിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതർവൈസ് ഞാനൊരു ഹ്യൂമൻ ബീങ് ആണ്, എൻ്റെ പ്രൊഫഷൻ ആർക്കിടെക്ചറാണ്. അപ്പോൾ ആ സമയം അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും സമയം ഉണ്ടാവും. ആസ് എ ഹ്യൂമൻ ബീങ് യു ഹാവ് യുവർ ഫാമിലി, യു ഹാവ് യുവർ സോഷ്യൽ ലൈഫ്, യു ഹാവ് അതർ എൻഗേജ്മെൻറ്റ്സ്, അതർ ഹോബീസ്, ട്രാവലിംഗ്, എവറിത്തിങ്, ആൻഡ് ഓൾസോ യു ഹാവ് ദ പ്രൊഫഷൻ. അപ്പോൾ ഞാൻ ഒരു 24/7 ഞാൻ ആർക്കിടെക്റ്റായിട്ട് നടന്നു കഴിഞ്ഞാൽ that be a big burden for me. അങ്ങനെ ചിന്തിക്കാതെ ഞാൻ ഹ്യൂമൻ ബീങ് ആണ്. അത് അറ്റ് സെയിം ടൈം ഐ എം എ ബ്രദർ, ഐ എം എ സൺ, ഐ എം എ പാരൻറ്റ്, ഐ ഹാവ് മൈ ഓൺ ഫാമിലി, ഐ ഹാവ് മൈ ഓൺ പ്രാക്ടീസ്. അങ്ങനെ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് വലിയ ബേർഡൻ അല്ല. സാറിന് ഇപ്പം ഇത്രയും ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഓഡിയൻസിന് പല ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഞങ്ങളൊക്കെ കയ്യിലുണ്ട്. അപ്പം ഒരു ആർക്കിടെക്ട് സ്റ്റുഡൻറ്റ് ആർക്കിടെക്ട്സ് അയക്കാം, പ്രൊഫഷണൽസ് അയക്കാം, പിന്നെ സാധാരണക്കാരും കുറേ ആൾക്കാർ സോഷ്യലിലുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സാർ ഓഡിയൻസിനാണ് സാറിന് എന്താ പറയാനുള്ളത് ഈ DG ചാറ്റിലൂടെ? ആഫ്റ്റർ ഓൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ യു ആർ എ ഹ്യൂമൻ ബീങ്. യു ഹാവ് ടു തിങ്ക് അബൌട്ട് ദ പീപ്പിൾ അറൗണ്ട് യു, യു ഹാവ് ടു തിങ്ക് അബൌട്ട് ദ സൊസൈറ്റി അറൗണ്ട് യു, യു ഹാവ് ടു തിങ്ക് അബൌട്ട് ദ സ്പേസ് അറൗണ്ട് യു. അപ്പോൾ അതിനൊക്കെ കൺസിഡർ ചെയ്തിട്ട് എല്ലാവരെയും കൺസിഡർ ചെയ്തിട്ടുള്ള ഡിസൈൻ അല്ലെങ്കിൽ ഒരു അപ്രോച്ച് ലൈഫിലായാലും പ്രൊഫഷനിലായാലും കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. മാത്രമല്ല നമുക്കൊരു നോളജ് ഉണ്ടെങ്കിൽ അത് പരമാവധി എല്ലാവരും പറയുന്ന പോലെ ഷെയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ആർക്കും ഷെയർ ചെയ്യാതെ നമ്മുടെ വിജയത്തിന് വേണ്ടി മാത്രം പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഞാൻ ഒരു കൊളാബറേറ്റീവ് പ്രാക്ടീസിൽ വിശ്വസിക്കുന്ന ആൾ കൂടിയാണ്. അപ്പോൾ എനിക്ക് മൾട്ടിപ്പിൾ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആറ്റിക്സ് ആർക്കിടെക്ചർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഏക ആർക്കിടെക്ചർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ആർക്കിടെക്ചർ സ്റ്റുഡിയോ തന്നെ ഉണ്ട്. പിന്നെ ഗ്രീനറ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു ലാൻഡ്സ്കേപ്പ് ഡിവിഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇൻകോൾട്ട് ഇൻഫ്ര എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട്. പിന്നെ ഡ്രോബോക്സ് എന്ന് പറഞ്ഞിട്ട് റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തൊരു ഡ്രോയിങ് സ്റ്റുഡിയോ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനി 1-2 പ്രൊജക്ട്സും കൂടെ ഓൺ ദ വേ ആണ്. അപ്പോൾ ഇതിലെല്ലാത്തിലും എനിക്ക് ഡിഫറെൻറ്റ് പാർട്ട്നേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരാൾക്കും ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ കൊളാബറേറ്റീവായി ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു കൊളാബറേറ്റീവ് പ്രാക്ടീസിനോട് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ എല്ലാ എൻറ്റിറ്റിയും, ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ എൻറ്റിറ്റിയിലും ഇതേപോലെ തന്നെ പലപേരായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് സെഷൻ ആൻഡ് concluding this section of the chat. ആൻഡ് ഇത്രയും ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള ഇത്രയും കുറേ കാര്യങ്ങളും ഇത്രയും ടൈമും സ്പെൻഡ് ചെയ്ത സാറിന് ഞാൻ ഭയങ്കര താങ്ക് ചെയ്യണം. ആൻഡ് വി താങ്ക് ഫ്രം DG chat and thank you for coming. Thank you.